ിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് സാധാരണ നിലക്കുള്ള ദുആ. ആ ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഖുർആൻ ഓതുന്നതിന് മഹത്വം. ആ ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ടാണ് ദിക്റ് ചൊല്ലുന്നതിന് മഹത്വം. അങ്ങനെയെല്ലാം കഅബയെ വല്ലാതെ ആദരിക്കുന്നവരാണ് നാം. ഇനി അതിന്റെ എല്ലാം പുറമെ ജീവിതത്തിൽ നിനക്ക് സാധിക്കുമോ? എന്നാൽ ആ കഅബയുടെ സമീപത്ത് എന്നിട്ട് കഅബ എന്ന് പറയുന്ന ആ ഭവനത്തെ നീ 7 പ്രാവശ്യം ചുറ്റണം. കഅബത്തെ ചുറ്റുകയാണ്. എന്തേ വല്ലാത്തൊരു ബഹുമാനമാണ് നൽകുന്നത്. അത് കഅബയെ ആരാധിക്കലല്ല, കഅബയെ ആദരിക്കലാണ്, കഅബയെ ബഹുമാനിക്കലാണ്. കഅബ കാണുന്ന സമയത്തുള്ള ദുആ ഇജാബത്താണ്. കാരണം ആ കഅബയുടെ പവറാണ്. അതിന്റെ സമീപത്ത് പോയി അത് നോക്കിക്കൊണ്ടുള്ള ദുആ അതിന് വലിയ ഇജാബത്താണ്. അതുപോലെ ആ കഅബയുടെ പാത്തിയുടെ ചോടെ ദുആ ഇജാബത്തുള്ള സ്ഥലമാണ്. സഫാ മർവയുടെ ആ സഫയുടെ മേലെ പോയിട്ട് കഅബയിലേക്ക് തിരിഞ്ഞു നോക്കി ദുആ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം ഇജാബത്താണ്. മർവയുടെ മേലെയും അവസാനം ദുആ ചെയ്യുമ്പോ അവിടെയും ഖിബലയിലേക്ക് തിരിഞ്ഞുള്ള ദുആക്ക് പ്രത്യേകതയാണ്. ആകയാൽ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞ് പടച്ചവനോടാ ചോദിക്കുന്നത്, കഅബയോടല്ല. പക്ഷേ ആ സമയത്തും കഅബയെ ബഹുമാനിക്കണമെന്നാണ്. ഈ ബഹുമാനം ആരാധനയല്ല. ആ കഅബയുടെ മൂലയിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അതൊരു സാധാരണ കല്ലല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. ആ കല്ല് ചുംബിക്കൽ പുണ്യകർമ്മമാണ് തവാഫ് തുടങ്ങുമ്പോ. അതുപോലെ ഇടക്കും തവാഫ് കഴിയുമ്പോഴും എല്ലാം പ്രത്യേകം പുണ്യമാണ്. എന്തേ അതൊരു കല്ലല്ലേ? അതേ, പക്ഷേ സാധാരണ കല്ലല്ല. ആ കല്ലിനെ ആദരിക്കൽ പുണ്യമാണ്. അത് ചുംബിച്ചുകൊണ്ട് അതിന് സാധിക്കുന്നില്ലെങ്കിലോ കൈകൊണ്ടൊന്ന് തൊട്ടിട്ട്, ഏത് കൈ? അവനവന്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് തൊട്ടിട്ട് മണക്കുക. മണക്കുന്നത് എന്താണ്? നാട്ടിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോയ കൈയാണ്, കൈ മാറിയിട്ടില്ല. പക്ഷെ ഇതിനെ തൊട്ടപ്പോൾ ആ കൈക്കൊരു ബറക്കത്താണ്. അത് ചുംബിക്കാൻ കൽപ്പനയാണ്. ഇനി ആ കൈ കൊണ്ട് തൊടാനും കഴിയുന്നില്ലെങ്കിലോ ആ കഅബയുടെ മൂലയിലുള്ള കല്ലിലേക്ക് ഇങ്ങനെ ഒന്ന് ചൂണ്ടിയിട്ട് ആ കൈയൊന്ന് മണക്കൽ സുന്നത്താണ്, പുണ്യകർമ്മമാണ്. ഇതെന്തൊരു ബഹുമാനമാണ് ഈ കഅബക്ക് നൽകുന്നത്. പക്ഷെ അതൊന്നും ആരാധനയല്ല. മുസ്ലിമീങ്ങളാരും സൃഷ്ടികളെ ആരാധിക്കൂല. അവരുടെ അടിത്തറ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ആർക്കാണ് ആരാധനക്കർഹതയുണ്ടാവുക? ആരാധനക്കർഹതയുണ്ടാകണമെങ്കിൽ അതിന് ഖൽഖ് വേണം, ഖാലിഖാകണം, അഥവാ സത്താവാകണം. എങ്കിലേ ആരാധനക്കർഹതയുണ്ടാകൂ. ഇതൊന്നും സൃഷ്ടാവല്ല. കഅബ ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ഒരു മലക്കും ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ഒരു നബിയും ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ഒരു വലിയും ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ഒരു ഡോക്ടറും ഇവിടെ ശിഫായിനെ സൃഷ്ടിക്കുന്നില്ല. ഒരു മരുന്നും സൃഷ്ടിക്കുന്നില്ല. ഒരു കത്തിയും ഇവിടെ മുറിക്കലിനെ സൃഷ്ടിക്കുന്നില്ല. ഒരു തീയും ഇവിടെ കരിക്കലിനെ സൃഷ്ടിക്കുന്നില്ല. ഖാലിഖു കുല്ലി ശൈ. എല്ലാം സൃഷ്ടിക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. എന്നാൽ തീ കരിയാൻ നിമിത്തമാണ്, കത്തി മുറിയാൻ നിമിത്തമാണ്. അല്ലാഹ് ഉദ്ദേശിച്ചാലേ കരിയുള്ളൂ. ഉദ്ദേശിക്കാതിരുന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിന്ന് കരിഞ്ഞിട്ടില്ല. ഇനി ഇബ്രാഹിം നബി മാത്രമല്ല, മഹാനായ അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു